പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ. 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക വോട്ടെണ്ണൽ കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയ ശേഷമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം. കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ലീഗിന് ലഭിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. UDFിൽ നടക്കുന്ന ചർച്ച പുറത്തുവിടുന്നത് ശരിയല്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. അല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിനൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്. പിന്നെ UDFിന് ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDFിലെ ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDFിൻ്റെ പ്രവർത്തകർ ചെയ്ത മഹാത്യാഗമുണ്ട്. ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു അഭിപ്രായം. തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തു നിൽക്കാൻ കഴിയാതെ ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ് ലീഗ്? അല്ല, ഞാൻ പറഞ്ഞ അതാണ്, ചർച്ച നടത്തോട്ടെ, അതിന് കുഴപ്പമൊന്നും, ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഉറപ്പല്ലേ. പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പ്രവർത്തകർക്കിടയിൽ നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ലല്ലോ. ലീഗ് വളരെ സമചിത്തതയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഞങ്ങൾ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യോഗം ചേരുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുക യോഗത്തിൽ. ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങളൊക്കെ UDF യോഗം ചേർന്ന്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുക ചർച്ച ചെയ്യുന്നത് ജനങ്ങളെ മുമ്പിൽ ഒരു അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അല്ല, എന്നെക്കുറിച്ചാണെങ്കിൽ ഞാനതിന് തയ്യാറല്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്. CS മേനോനെ രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പിന്നെ അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറയുന്നത്, ന്യായീകരിക്കില്ല. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പോൾ അനാസ്വരത്തിലാണ്. അല്ല, അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നേതാക്കളെ തീരുമാനിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ കോൺഗ്രസിന് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് അവർ തന്നെ ചെയ്യും. പൊരിവെയിലത്ത് പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകർ ഉണ്ട്. അവരെ നിരാശരാക്കുന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളെ മുഖ്യമന്ത്രിയാക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. കേരളത്തിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ ചർച്ച പ്രവർത്തകരെ നിരാശരാക്കും. നിലവിൽ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന ചർച്ച ലീഗ് നടത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായത്തിനൊപ്പം ലീഗ് നിൽക്കുമെന്നും സലാം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.